പ്രീത, ഈ പ്രീതയുടെ അയൽപക്കത്ത് താമസിക്കുന്നവരെയൊക്കെ പ്രീതയ്ക്ക് അറിയാമോ? അറിയാം. പേരൊക്കെ അറിയാം. എത്ര വർഷമായിട്ട് അറിയാം? വർഷങ്ങളായി അറിയാവുന്നത്. അറിയാം അല്ലേ? നാട്ടിൻപുറത്താണല്ലേ? പക്ഷേ നമ്മൾ നഗരത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്നവരെ അറിയാമോ? ഇപ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷനൊക്കെ ഉള്ളത് കൊണ്ട് ഒരുവിധം. എന്നാലും അവർ പറയുന്ന പേരൊക്കെ അല്ലേ അറിയാവുള്ളൂ. അയൽപക്കത്ത് ഒരു പാകിസ്ഥാനി വന്ന് താമസിച്ച് അറിയാൻ പറ്റുമോ? ഇല്ല, കൂടുതൽ വിശേഷങ്ങളൊന്നും അറിയാൻ പറ്റില്ല. ആരും അന്വേഷിക്കാതെ ഈ സിറ്റി മേഖലയിലൊന്നും ആരും അപ്പുറം ഇപ്പുറമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകാറില്ല. അവരവരുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യക്കാരല്ലാത്ത ഒരുപാട് ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്. റോഹിംഗ്യൻസ് ഉണ്ട്, ബംഗ്ലാദേശികളുണ്ട്. ഇത് കുറേ കാലമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ പോലെ ഒരു സ്ഥലത്ത് ഞായറാഴ്ച എന്നാൽ നമ്മളേതോ ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ ഒക്കെ ചെന്ന പോലെ ആയിരിക്കും. പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയരുന്ന ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ എന്ന് പറയാൻ പാടില്ല. ഒരു ജഡ്ജി പറഞ്ഞു അല്ലേ, ഒരു കർണാടക ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി പറഞ്ഞു, ഒരു പാലം കഴിഞ്ഞ് മൈസൂരിൽ നിന്ന് അങ്ങോട്ട് പോയാൽ പാകിസ്ഥാൻ പോലെയാണ്, ഈ രാജ്യത്തെ നിയമമൊന്നും ബാധകമല്ല. അങ്ങനെയാണ് ഇവിടെ പെരുമാറുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി എന്ത് പറഞ്ഞാലും നമ്മുടെ രാജ്യത്ത് അങ്ങനെ പല സ്ഥലങ്ങളുമുണ്ട്. നമ്മുടെ ചുറ്റും കാണുന്ന ആസാമിൽ നിന്ന് വന്നവർ, ബംഗാളിൽ നിന്ന് വന്നവരെന്നൊക്കെ പറഞ്ഞ് താമസിക്കുന്ന പലരും നമ്മുടെ രാജ്യക്കാരൊന്നുമല്ല. എത്രയോ സ്ഥലങ്ങളിൽ വ്യാജ ആധാർ കാർഡും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളെ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം ഈ കേരളത്തിലാണ് ഇവരെ അതിഥികളായിട്ടാണ് കാണുന്നത് അല്ലേ? അതിഥി തൊഴിലാളിയായിട്ട് വന്നിട്ട് അതിഥി കൊലയാളിയായി മാറുന്ന ഒരുപാട് പേരെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന്, ബംഗാളിൽ നിന്ന് അല്ലെങ്കിൽ ആസാമിൽ നിന്ന് ബംഗാളി എന്ന് പറഞ്ഞ്, അപ്പം നമ്മൾ എല്ലാ ഇന്ത്യക്കാരെയും ബംഗാളി എന്നാണ് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കാണുന്ന കൂട്ടത്തിൽ ഈ ബംഗാളികളെ മാത്രമേ കാണുന്നുള്ളൂ. നമ്മളൊരു യു പിക്കാരൻ നമ്മുടെ നാട്ടിൽ വരുന്നതായിട്ട് കാണുന്നില്ല അല്ലേ? എന്തിനും ബീഹാറി പോലും വരുന്നത് കാണുന്നില്ല. തമിഴ്നാട് പണ്ടൊക്കെ തമിഴന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തമിഴ് പണിക്കാർ കുറവാണ്. അവരുടെ നാട്ടിൽ അവർക്ക് ആവശ്യത്തിന് ജോലിയുണ്ട്, അവരൊക്കെ അവിടെ നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ വ്യവസായശാലകളും ഫാക്ടറികളും കമ്പനികളൊക്കെ തമിഴ്നാട്ടിലേക്ക് വരിക. അപ്പോൾ തമിഴന്മാരെ പോലെ പാണ്ടി, റോഡ് പണിക്ക് പാണ്ടി, ഇപ്പോൾ റോഡ് പണിക്കൊന്നും വരില്ല. എല്ലായിടത്തും ഹിന്ദിക്കാരാണ്. ഓട്ടോറിക്ഷ ഓടിക്കാൻ മാത്രം ഇപ്പോൾ ഹിന്ദിക്കാർ വന്നിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ അതും വരും. ഹെഡ് ലോഡിനും ഇല്ല അല്ലേ? CATU INDUC മേഖല യു പിക്കാരെല്ലാം ഈ വേറെ ജോലിക്കൊക്കെ യു പിക്കാരുണ്ട്. അതായത് ബൊട്ടിക്കുകളിൽ നിൽക്കുന്നവരൊക്കെ കൊള്ളാവുന്ന പണിക്ക് കുറച്ച് കൊള്ളാവുന്നൊരു പണിക്ക് വരുന്നുണ്ട്. എന്നാലും യു പിക്കാരുടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ യു പി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ചിലർക്ക് പുച്ഛമാണ്. പക്ഷേ യു പിക്കാരിവിടെ കൂലിപ്പണിക്കൊന്നും അങ്ങനെ വരുന്നില്ല. ഗുജറാത്തികളെയും കാണാനില്ല. ഗുജറാത്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. കൊച്ചിയിലൊക്കെ ഗുജറാത്തി വ്യാപാരികളാണ്. കൊച്ചിയിൽ ഗുജറാത്തി തെരുവുണ്ട്. അപ്പം ഞാൻ പറയാൻ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു കഥ പറയാം. ബാംഗ്ലൂരിൽ ഒരു കുടുംബം കഴിഞ്ഞ 10 വർഷമായിട്ട് താമസിക്കുകയാണ്. ആ കുടുംബത്തിൽപ്പെട്ട കുടുംബനാഥൻ്റെ പേര് ശങ്കർ ശർമ്മ, ഭാര്യയുടെ പേര് ആശാ ശർമ്മ, പിന്നെ അവരുടെ അച്ഛനും അമ്മയും. അവർ 10 വർഷമായിട്ട് താമസിക്കുന്നു. ഇവർ 2014 ബംഗാളിൽ നിന്ന് വന്ന് 2018 വരെ ഡൽഹിയിൽ താമസിച്ചു. അതിനുശേഷം ബാംഗ്ലൂരിലെ ജിഗാനി എന്ന് പറയുന്ന സ്ഥലത്ത്, ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് പുറത്ത് ഒരു ഔട്ട്സ്കേർട്ടിലുള്ള സ്ഥലമാണ് ജിഗാനി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുകയാണ്. അപ്പോൾ ശർമ്മയൊക്കെയാണ്, അപ്പോൾ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയാണ് ശർമ്മ എന്ന് പറയുമ്പോഴത്തേക്ക്. ആ പരിസരവാസികളൊക്കെ ഭയങ്കര ബഹുമാനത്തോടെ അവരോട് പെരുമാറുന്നു, സ്നേഹമാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നോർത്ത് ഇന്ത്യയിലും പലയിടത്തും ഒരു ബ്രാഹ്മിൻസ് ഒക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക പരിഗണനയുണ്ട്. അത് ജാതീയമായ ഒരു മേൽക്കോയ്മ അംഗീകരിക്കൽ മാത്രമല്ല, ഈ ആളുകളുമായിട്ടുള്ള ഇടപെടലിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. കുറച്ചുകൂടെ മാന്യമായി പെരുമാറുന്നു, ഡീസൻറ്റോടെ പെരുമാറുന്നു, സംസ്കാര സമ്പന്നമായി പെരുമാറുന്നു എന്നൊക്കെയുള്ള ഒരു ധാരണ. അങ്ങനെ അല്ലാത്തവരും ഉണ്ട് കേട്ടോ. എൻ്റെ കൂടെയുള്ള എനിക്കറിയാവുന്ന ഒരു നമ്പൂതിരി ചിക്കൻ കാലും കുപ്പി ഇല്ലെങ്കിൽ പുള്ളിക്ക് ഒരു ദിവസം കഴിയൂല, അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ജാതി മേൽക്കോയ്മ, ജാതി മേന്മ ഞാൻ പറഞ്ഞതല്ല. പക്ഷേ ഈ ശങ്കർ ശർമ്മയും ആശാ ശർമ്മയോടും വലിയ സ്നേഹമായിരുന്നു പരിസരവാസികൾക്ക്. പക്ഷേ ഒരു ദിവസം രാവിലെ വന്ന് ഇവരെ പോലീസ് പിടിച്ചോണ്ട് പോയി. ആളുകൾക്ക് അന്തം വിട്ടു, എന്തിനാണ് അവരെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത്? അതിൻ്റെ കഥ ഞാൻ പറയാം. അത് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം പറയാം. സെപ്റ്റംബർ 24 4 പേരെ ചെന്നൈ വിമാനത്താവളത്തിലെ എമിഗ്രേഷൻകാർ പിടികൂടി. അവർ സെപ്റ്റംബർ 14 ഇവർ 4 പേര് ബംഗ്ലാദേശിലേക്ക് ധാക്കയ്ക്ക് പോയാണ്. ധാക്ക പറയാമല്ലോ, ബംഗ്ലാദേശിൽ ഇപ്പം തലസ്ഥാനം. അവിടെ ഇപ്പോൾ വലിയ പ്രശ്നമൊക്കെയാണ്. പുതിയ ഭരണകൂടമൊക്കെ വന്ന് ഇവർ ധാക്കയിൽ പോയിട്ട് അവിടെ യൂനുസ് അൽ ഗോഹർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരു ആത്മീയാചാര്യനാണ്. അവിടെ ഒരു ആത്മീയ സമ്മേളനം നടക്കുന്നു, മിശിഹ ഫൗണ്ടേഷൻ ഇൻ്റർനാഷണൽ. അതിൻ്റെ സഹസ്ഥാപകനാണ് യൂനുസ് അൽ ഗോഹർ. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മീറ്റിങ്ങിൽ പങ്കെടുക്കാനാണ് ഈ 4 പേര് പോയത്. അതുമാത്രമല്ല, ഈ ഇദ്ദേഹം അവകാശപ്പെടുന്ന കൽക്കി അവതാർ ഫൗണ്ടേഷനുണ്ട്. കൽക്കി അവതാർ എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? ഹിന്ദുക്കളുടെ അല്ലേ? ഹിന്ദുക്കളുടെ ഈ കൽക്കി അവതാരത്തെ അവരെ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ അടിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് അവർ കൽക്കി അവതാർ ഫൗണ്ടേഷൻ എന്നും പറഞ്ഞ് യൂനുസ് അൽ ഗോഹറിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു വലിയ സമ്മേളനം, മതസമ്മേളനം നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനായിട്ടാണ് ഈ 4 ആളുകൾ അവിടെ പോയത്. എന്ന് പോയി സെപ്റ്റംബർ 14 പോയി. ഇത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞ്
24 തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഇവരെ നേരെ ചെന്നൈ എയർപോർട്ടിൽ ഇമിഗ്രേഷൻ പിടിച്ചു. കാരണം അവരുടെ പാസ്പോർട്ടിൽ എന്തോ ഒരു സംശയം. പാസ്പോർട്ട് പരിശോധിച്ചപ്പോൾ പാസ്പോർട്ട് വ്യാജം. അത് വെച്ച് പരിശോധിച്ചപ്പോൾ ഇവരുടെ ആധാർ കാർഡ് പൊക്കി, ആധാർ കാർഡ് വ്യാജം. അപ്പോൾ ഇവർ കുറേ കാലമായി ഇന്ത്യയിൽ താമസിക്കുകയാണ്, പാകിസ്ഥാനികളാണ്. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ കുറേ കാലമായിട്ടുണ്ട്, ഞങ്ങൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. ബാംഗ്ലൂർ എവിടെ? ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ എവിടെയുണ്ട്? അവർ ഇന്ത്യക്കാരെന്ന് ഭാവിച്ച് അങ്ങനെ ജീവിക്കുകയാണ്. ഇന്ത്യൻ പാസ്പോർട്ടൊക്കെ എടുത്ത് വ്യാജമായിട്ടുണ്ടാക്കിയതാണ്. എന്നിട്ട് അവർ ഞങ്ങളുടെ ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞ് അന്വേഷിച്ച് വന്നപ്പോൾ ആ ബന്ധുക്കളാണ് ജിഗാനിയിൽ താമസിക്കുന്ന ശങ്കർ ശർമ്മയും ആശാ ശർമ്മയും. അങ്ങനെ ഇവരെ വന്നിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് വന്ന് ഇവരെ കർണാടകയിൽ നിന്ന് പിടിച്ചു. കർണാടക കോൺഗ്രസ്സാണ് ഭരിക്കുന്നതിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഒന്നും നടപ്പാക്കാൻ പറ്റില്ല. അതൊക്കെ ദേശീയ ഏജൻസികളുടെ മോണിറ്ററിങ്ങിലാണ്. ഇമിഗ്രേഷൻ എന്ന് പറയുന്ന കാര്യമൊക്കെ പിടിച്ചേ പറ്റുള്ളൂ. വന്ന് പിടിക്കുമ്പോൾ ഈ ശങ്കർ ശർമ്മയുടെ യഥാർത്ഥ പേരെന്താ അറിയോ? റഷീദ് അലി സിദ്ദിഖി. അദ്ദേഹം എന്ന് മുതൽ ഇവിടെ ഇന്ത്യയിലുണ്ട്. 2014 മുതൽ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യക്കാരനായിട്ട് ഇവിടെ ജീവിക്കുകയാണ്. ഭാര്യ ആശാ ശർമ്മയുടെ പേര് ഐഷ ഹനീഫ്. കൂടെയുള്ള അച്ഛൻ്റെ അമ്മയുടെ പേര് ഹനീഫ് റുബീന. അവർ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ വന്നിട്ട് കർണാടകയിൽ വന്ന് അവിടുന്ന് അവർ പതുക്കെ വോട്ടർ പട്ടിക പേര് ചേർത്തു, ആധാർ കാർഡ് ഉണ്ടാക്കി, അത് വെച്ച് പാസ്പോർട്ട് എടുത്തു. ബേസിക്കലി ആരാണ്? പാകിസ്ഥാനികൾ. ഒരു ദേശദ്രോഹപരമായ എന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഈ 10 വർഷത്തിനിടയിൽ? ദേശദ്രോഹപരമായ പ്രവൃത്തി ഏർപ്പെടാറുണ്ടല്ലോ. പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് ഇന്ത്യയിൽ വന്ന് താമസിക്കാമോ? അവർ ബംഗാളിൽ വന്നു, പാകിസ്ഥാനിൽ നിന്ന് ബംഗാളിലെത്തി, ബംഗാളിൽ നിന്ന് അതിർത്തി ബംഗ്ലാദേശ് വഴി എത്തിയിട്ട് അതിർത്തി കടന്നിട്ട് ബംഗാളിൽ വന്നു. ബംഗാളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ബംഗാളികൾ പണിയെടുക്കാൻ വരുന്നത് പോലെ നേരെ ബാംഗ്ലൂർ വന്ന് താമസിക്കുകയാണ്. അപ്പോൾ അവർ വിദേശികൾ നമ്മുടെ രാജ്യത്ത് വന്ന് ദേശദ്രോഹ പ്രവർത്തനം ചെയ്താൽ മാത്രം പോരല്ലോ. ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവകാശം ആർക്കാണ്? ഇന്ത്യക്കാർക്കാണ്. അല്ലെങ്കിൽ നിയമാനുസൃതമായ വഴിയിൽ ഇന്ത്യയിലേക്ക് വരുന്നവർക്കാണ്, അല്ലേ? പാസ്പോർട്ട് ഇല്ലാതെ, ഒരു രേഖയില്ലാതെ ഇവിടെ വന്നിട്ട് ഇവിടെ വ്യാജരേഖ ഉണ്ടാക്കി, ഇവിടെ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി, ഇവിടെ വ്യാജ ആധാർ ഉണ്ടാക്കി നമ്മുടെ ആളുകളായിട്ട് കഴിഞ്ഞുകൂടുന്നു. ഇന്ത്യക്കാരെന്ന കഴിഞ്ഞുകൂടുന്ന ആര്? പാകിസ്ഥാനികൾ. ഇത് കർണാടക പോലീസ് പിടിച്ചിരിക്കുന്നു. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് അറിയോ? നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നമ്മുടെ ഇവിടെ പെരുമ്പാവൂർ വന്ന് താമസിക്കുന്നവരിൽ എത്ര പേർ റോഹിംഗ്യൻസ് ഉണ്ട്, എത്ര ബംഗ്ലാദേശികളുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും പോയി ജോലി ചെയ്യാനും താമസിക്കാനും അവകാശമുണ്ട്. ഞാൻ ബംഗാളിലാണ്, ഞാൻ ആസാമിൽ നിന്നാണ് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന ഒരാൾ ജോലി ചെയ്താൽ നമുക്ക് അയാളെ വിലക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സംവിധാനങ്ങളുടെ ഒരു കുഴപ്പമുണ്ട്. ഈ വരുന്ന ആളുകളെ പരിശോധിക്കാൻ, അവൻ്റെ രേഖകൾ പരിശോധിക്കാനുള്ള ഒരു സിസ്റ്റം ഇപ്പോഴുമില്ല. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വരുന്ന ആളുകൾ കൊടുംഭീകരന്മാർ വരുന്നുണ്ട്, കുറ്റവാളികൾ വരുന്നുണ്ട്. ഈ പെരുമ്പാവൂരിൽ നിന്നൊക്കെ ഒരുപാട് മാവോവാദികളെ പിടിച്ചിട്ടുണ്ട്, IS-കാരെ പിടിച്ചിട്ടുണ്ട്, ഭീകര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളുകളെ പിടിച്ചിട്ടുണ്ട്. അവർ ഒളിവിന് വേണ്ടി ഇവിടെ ഒളിൽ കഴിയാൻ വേണ്ടി സുരക്ഷിതമായി കഴിയാൻ ഇവിടെ വരികയാണ്. ഇപ്പോൾ CPM പോലും എന്ത് ചെയ്യുന്നു? ഈ പെരുമ്പാവൂരുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി യൂണിയൻ ഉണ്ടാക്കാൻ പോകും. ഇവരുടെ ഐഡൻറ്റിഫിക്കേഷൻ തെളിയിക്കാൻ ഒരു മാർഗ്ഗവുമില്ല. ഇങ്ങനെ വരുന്ന ആൾ ജിഷയുടെ കൊലപാതകം ഓർക്കുന്നില്ലേ? അമീർ. ഇത് നോക്കൂ, ഇങ്ങനെ ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് അടുത്ത ട്രെയിൻ കയറി ഇവർ പോവുകയാണ്. അങ്ങനെ പോകുന്ന 10 പേരിൽ ഒരാളെപ്പോലും നമുക്ക് പിടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ വലിയ ഒരു വിപത്ത് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുകയാണ്. എങ്ങനെയാണ്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ നുഴഞ്ഞു കയറി നമ്മുടെ രാജ്യത്ത് വന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കി കഴിയുന്നു. ഇതെങ്ങനെ ഈ വ്യാജരേഖ ഉണ്ടാക്കാൻ കഴിയുന്നറിയാമോ? കേരളത്തിലെ ബംഗാളിലെ ബാംഗ്ലൂരിലെ ഈ കഥ കേരളമായി കണക്ട് ചെയ്യാം. കേരളമാണ് ഏറ്റവും കൂടുതൽ ഈ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച് ഇവർ അന്യസംസ്ഥാന തൊഴിലാളികളെ വലിയ പരിഗണന കൊടുക്കുന്നൊരു സംസ്ഥാനം. നമ്മൾ കോവിഡ് കാലം ഓർക്കുന്നില്ലേ? കോവിഡ് കാലത്ത് നമ്മളൊക്കെ പട്ടിണി കിടന്നപ്പോൾ, നമുക്ക് കിറ്റ് മാത്രം കിട്ടി പട്ടിണി കിടന്നപ്പോൾ ഇവർ സമരം ചെയ്തു പായിപ്പാട്ടടക്കമുള്ള സ്ഥലത്ത്. എന്തിനാണ്? ഞങ്ങൾക്ക് ബീഫ് വേണം, ചിക്കൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ട് റോഡ് ഉപരോധിച്ചു, പോലീസുമായിട്ട് ഏറ്റുമുട്ടി. അപ്പോൾ അതിഥി അവകാശം പറയുകയാണ്. ഇപ്പോൾ പലയിടത്തും 2-3 മാസങ്ങൾക്ക് മുമ്പാണ് കാഞ്ഞിരപ്പള്ളിക്കടുത്ത് അതിഥി തൊഴിലാളി എന്ന് പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ നാട്ടുകാരെ ആക്രമിച്ച് ഒരാളെ കൊലപ്പെടുത്തിയത്. ഇങ്ങനെ വലിയ ഒരു ക്രൂരകൃത്യങ്ങൾ ചെയ്ത തരത്തിലേക്ക് മേധാവിത്വം പാലിക്കുന്ന തരത്തിൽ അവർ അംഗബലം കൂടുതലാണ്. ഇപ്പം ആളെണ്ണം കൂടുതൽ. ഒരു ഫോൺ കോൾ ചെയ്താൽ, വാട്സാപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ 10-100 പേര് വരുന്ന അവസ്ഥ ഇപ്പോഴുണ്ട്. എറണാകുളത്തൊരു നിരോധിക്കപ്പെട്ട സംഘടനയുടെ പ്രകടനം നടന്നു രാത്രി 1 മണിക്ക്. വന്നതിൽ മഹാഭൂരിപക്ഷവും ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നവരായിരുന്നു.
ഇവരെ എന്ത് ചെയ്യുന്നു? ഇവരെ വന്നിട്ട് ഇവരെ കേരളത്തിലെ വോട്ടർമാരാക്കാൻ, അവരെ വോട്ടർ പട്ടിക ചേർക്കാൻ, റേഷൻ കാർഡ് കൊടുക്കാനുള്ള നടപടികൾ നമ്മുടെ സംസ്ഥാന സർക്കാരും സ്വീകരിക്കുകയാണ്. ഇത് ബംഗാളിൽ ചെയ്ത അങ്ങനെയാണ് CPM. ബംഗാളിൽ ഇങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് വന്നവർക്ക് ആദ്യം അവർക്ക് റേഷൻ കാർഡ് കൊടുക്കും, പിന്നെ അവർക്ക് ആധാർ കൊടുക്കും, പിന്നെ വോട്ടർ ID കാർഡ് കൊടുക്കും. അങ്ങനെ വോട്ട് ബാങ്ക് ഉണ്ടാക്കി CPM. ആ വോട്ട് ബാങ്ക് മുഴുവൻ ഒറ്റയടിക്ക് ഒരു ദിവസം നേരെ മമതയുടെ കൂടെ പോയപ്പോൾ CPMൻ്റെ പണി തീർന്നു. ഇതേപോലെ തന്നെ കേരളത്തിൽ ഇങ്ങനെ വന്നു കയറിയിരിക്കുന്ന ആളുകളെ വ്യാപകമായി നമ്മുടെ പൗരന്മാരാക്കുന്ന ഒരു പ്രക്രിയ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പിണറായി വിജയൻ പറയുന്നത് CAA കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ലെന്ന്. അങ്ങനെയൊരു അധികാരവും ഇല്ല, അങ്ങനെ വിചാരിച്ചാൽ ഒന്നും നടക്കാനും പോകുന്നില്ല. എന്നാലും പറയാൻ കാരണം ഈ വലിയ തോതിൽ ഏതാണ്ട് 10 ലക്ഷത്തിലേറെ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് ഏകദേശ കണക്ക്. അത് ചിലപ്പോൾ അതിൻ്റെ ഇരട്ടിയാവാൻ സാധ്യത, 40 ലക്ഷം വരെ ആകാം എന്ന് പറയുന്നവരുണ്ട്. സർക്കാരിൻ്റെ കണക്കിൽ 10 ലക്ഷം പേരുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ 40 ലക്ഷം എന്നാണ് അനൗദ്യോഗിക കണക്ക്. 40 ലക്ഷം എന്ന് പറഞ്ഞാൽ അരക്കോടിക്കടുത്തായി. കേരളത്തിലെ ജനസംഖ്യ 4 കോടിയേ ഉള്ളൂ. അതായത് നമ്മുടെ ജനസംഖ്യയുടെ 10% ആളുകൾ ഇന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന കഴിയുന്നുണ്ട്. ഇവർക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കാൻ, ആധാർ കാർഡ് ഉണ്ടാക്കാൻ, പിന്നെ വോട്ടർ കാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക്, വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ശത്രുവിനെ, ഒരു കൊലയാളിയെ, ഒരു കൊള്ളക്കാരനെ കുടിയിരുത്തുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ കാര്യം നമ്മൾ വെറുതെ ഒരു ചിറ്റ്ചാറ്റ് പോലെ സംസാരിക്കുന്നത്, നമ്മുടെ അയൽവക്കത്ത് ആരാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. നമ്മളത് നോക്കും. നാട്ടിൻപുറത്തൊക്കെ നമുക്കറിയാം. പക്ഷെ നാട്ടിൻപുറങ്ങളിൽ പോലും ഇവർ വന്നുകൊണ്ടിരിക്കുക. ഒരു അമീർ എന്ന് പറഞ്ഞ ഒരുത്തൻ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് നമ്മുടെ നാട്ടിൻപുറത്ത് വന്ന് താമസിച്ചാലും ഇവൻ ഇന്ത്യക്കാരനാണോ അതോ റോഹിംഗ്യനാണോ ബംഗ്ലാദേശിയാണോ എന്നറിയാനുള്ള സംവിധാനം നമുക്കില്ല. നമ്മൾ ചോദിക്കില്ല. ഒരുത്തൻ നിന്റെ ID കാർഡൊന്ന് കാണിക്കട്ടെ. അല്ല, വ്യാജ ID കാർഡ് ഉണ്ടെങ്കിൽ അവർക്ക് അതെ അനുയോജ്യമായ പേരിൽ തീർച്ചയായും ഇതൊരു വലിയ അപകടമാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് കാലമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 10 വർഷമായി ഇവിടെ വന്നിട്ട് പാസ്പോർട്ട് വരെ ഉണ്ടാക്കി പുറത്ത് പോയി തിരിച്ചു വരാൻ. കാരണം ഇതിനു മുമ്പ് ഇവർ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ വ്യാജ പാസ്പോർട്ടല്ലല്ലോ, ഒറിജിനൽ പാസ്പോർട്ടാണ് ഇവർ. അതായത് വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി അത് വെച്ചിട്ട് ഇന്ത്യയുടെ ഒറിജിനൽ പാസ്പോർട്ട് മേടിക്കുന്നു, അതുമായിട്ട് പോകുന്നു. അങ്ങനെ തിരിച്ചു വന്നവരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എത്ര ആളുകളുണ്ടായിരിക്കും? അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഒരു വലിയ ഭീതിതമായൊരവസ്ഥയുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ആരാണ് എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ ചുറ്റും താമസിക്കുന്നവരെ തിരിച്ചറിയുക എന്നുള്ളത്. അവർക്ക് ആധാർ കാർഡ് ഉണ്ടാവാം, ഒരു പക്ഷേ പാസ്പോർട്ട് വരെ ഉണ്ടാവാം. എന്നാൽ പോലും അവർ ഇന്ത്യക്കാർ തന്നെ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നൊരു മെസ്സേജ് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു ഇൻസിഡൻറ്റ് പറഞ്ഞത്. അപ്പോൾ അയൽക്കാരനെ കുറിച്ച് നല്ല ധാരണ വേണം. അയൽക്കാരൻ നന്നായാൽ മനസ്സിലാക്കാം. നല്ല അയൽക്കാരുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്.